السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام، والصلاة والسلام على سيدنا محمد خير الأنام وعلى آله وصحبه الفائزين بالإسلام. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الدين عند الله الإسلام. صدق الله مولانا العظيم. الدين النصيحة. صدق سيدنا محمد رسول الله صلى الله عليه وسلم. بشرى لنا معشر الإسلام إن لنا من العناية ركنا غير منهدم. സ്നേഹാദരവുകളുള്ള സഹോദരീ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാരിൽ നമുക്കെല്ലാം ഇടം നൽകി അവന്റെ ഇഷ്ടദാസന്മാർക്ക് അവൻ ഒരുക്കിയ ശാശ്വത സമാധാന സങ്കേതമാകുന്ന സ്വർഗപ്രവേശം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. സലാമാണ് ഇസ്ലാം എന്ന ശീർഷകത്തിൽ നടത്തുന്ന ലളിതമായ ഒരു സംസാരമാണ് ഇവിടെ സമാരംഭിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയ വിശിഷ്ട സൃഷ്ടികളാകുന്ന മനുഷ്യരായ നമുക്ക് നൽകിയ മഹാദാനവും സമ്മാനവുമാണ് ഇസ്ലാം എന്ന അവന്റെ സത്യസന്ദേശം. 1,00,000-ൽ പരം പ്രവാചകന്മാരിലൂടെ മാനവരാശിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ജീവിത പദ്ധതിയാകുന്ന ഇസ്ലാമിന്റെ സമ്പൂർണത, എല്ലാ പ്രവാചകന്മാരുടെയും സർവഗുണങ്ങളും സമ്പൂർണമായി സമ്മേളിച്ച സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ പൂർത്തിയാക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതര ജീവികളിൽ നിന്ന് വിവേകവും ഒരുപാട് വൈശിഷ്ട്യങ്ങളും നൽകിയ മനുഷ്യൻ ജീവിത ലക്ഷ്യം പൂർത്തിയാക്കി അതിന്റെ അനശ്വരമായ അനുഗ്രഹങ്ങൾ ആസ്വദിക്കണമെന്ന ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയുള്ള ജീവിത പദ്ധതിയായിട്ടാണ് ഇസ്ലാമിനെ സംവിധാനിച്ചത്. ഇസ്ലാം സംവിധാനിച്ച സ്രഷ്ടാവായ അല്ലാഹുവിന്റെ വിശിഷ്ട നാമങ്ങളിൽ ഒന്നാണ് അസ്സലാം എന്നത്. അസ്സലാം എന്ന് പറഞ്ഞാൽ സമാധാനം എന്നാണ്. നിസ്കാരശേഷം നാം ഇരുന്നു അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം വഇലൈക യർജിഉസ്സലാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം വഅദ്ഖിൽനാ ബിറഹ്മതിക ദാറസ്സലാം എന്ന് ചൊല്ലാറുണ്ട്. അല്ലാഹുമ്മ അന്തസ്സലാം, അല്ലാഹുവേ നീയാണ് സമാധാനം, നീയാണ് ശാന്തി. വമിൻകസ്സലാം, നിന്നിൽ നിന്നാണ് സമാധാനം. വഇലൈക യർജിഉസ്സലാം, നിന്നിലേക്കാണ് സമാധാനം മടങ്ങുന്നത്. ഹയ്യിനാ റബ്ബനാ ബിസ്സലാം, ഞങ്ങളെ പടച്ച് പടിപടിയായി പരിപാലിക്കുന്ന റബ്ബേ, ഞങ്ങളെ സമാധാനത്തോടെ നീ അഭിവാദ്യം ചെയ്യണേ. വഅദ്ഖിൽനാ ബിറഹ്മതിക ദാറസ്സലാം, നിന്റെ കാരുണ്യത്താൽ വിശുദ്ധമായ അനശ്വരമായ സമാധാന ഭവനത്തിൽ ഞങ്ങളെ നീ കടത്തണേ എന്ന് നാം പ്രാർത്ഥിക്കാറുണ്ട്. ആ അല്ലാഹുവിന്റെ പേരുകൾപ്പെട്ട പ്രധാനപ്പെട്ട പേരാണ് അസ്സലാം എന്നത്. ഇസ്ലാം എന്ന ആ ദൈവിക സന്ദേശത്തിന്റെ സംവിധായകൻ സലാം എന്ന പേരായ അല്ലാഹു. ഇസ്ലാമിലുള്ള ഈ പോയാൽ പിന്നീടുള്ളത് സലാമാണ്. സലാം എന്ന് പറഞ്ഞാൽ ശാന്തിയെന്നും സമാധാനം എന്നുമാണ് അതിന്റെ മലയാള ഭാഷ്യം. ഈ വിശുദ്ധ ഇസ്ലാമിന്റെ ശാശ്വത സമാധാനത്തെയും സന്ദേശം സമാധാനമാണെന്ന ആ അവസ്ഥയെയും അറിയിക്കുന്നതാണ് ഈ വിശുദ്ധമായ പേര് തന്നെ. അല്ലാഹു സുബ്ഹാനഹു വ തആല
അയച്ച പ്രവാചകന്മാരിൽ അന്ത്യപ്രവാചകരായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ലോകം കണ്ട ഏറ്റവും വലിയ സമാധാന സന്ദേശവാഹകൻ. ലോകത്തിന് ശാശ്വതമായ സമാധാനം അത് അനശ്വരമായ ലോകത്താണ് സാധിക്കുന്നത് എന്ന സത്യം മനസ്സിലാക്കി മനുഷ്യ ജീവിതം കേവലം ക്ഷണഭങ്കുരമാണ്. ഏത് സമയവും പൊലിയാവുന്ന ഒരു ജീവിതം. പക്ഷെ നാം ആരും മരണം ആഗ്രഹിക്കുന്നവരും കൊതിക്കുന്നവരുമല്ല. മരിക്കരുത് എന്നാണ് മൃതപ്രായനായ ഒരു മഹാരോഗിയും ആഗ്രഹിക്കുന്നതും അർത്ഥിക്കുന്നതും. മരണം ഇപ്പോൾ വേണ്ട എന്നാണ്. മരിക്കാത്ത രോഗത്തെ കൊതിക്കുന്നതാണ് മനുഷ്യ പ്രകൃതി. ആരോഗ്യം എല്ലാവർക്കും ഇഷ്ടവും അനാരോഗ്യം അനിഷ്ടവുമാണ്. പക്ഷേ ആരോഗ്യവും അനാരോഗ്യവും ഒക്കെ ജീവിതത്തിൽ മാറി മാറി വരുന്ന അനുഭവങ്ങളാണ്. ദൗർബല്യം ആരും ഇഷ്ടപ്പെടുന്നില്ല. ശക്തിയാണ് എല്ലാവരുടെയും ആഗ്രഹം. ദൗർബല്യവും ശക്തിയും മനുഷ്യനിൽ പല രൂപത്തിലും ഭാവത്തിലും മാറി മാറി വരുന്ന പ്രതിഭാസങ്ങളാണ്. ഒരിക്കലും അസന്തുഷ്ടി ആഗ്രഹിക്കുന്നവരല്ല മനുഷ്യൻ. സന്തോഷവും സമാധാനവും സംതൃപ്തിയും സദാ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നതാണ് മനുഷ്യ പ്രകൃതി. പക്ഷേ ഇങ്ങനെ അതുപോലെ യുവത്വം എല്ലാവരുടെയും പ്രതീക്ഷയും പ്രത്യാശയും ഒരിക്കലും മാറരുതേ എന്ന് ആഗ്രഹിക്കുന്നവരുമാണ്. അതുകൊണ്ടാണ് പടുവൃദ്ധന്മാര് പോലും യുവാവാകാനുള്ള പാഴ്ശ്രമങ്ങൾ പലപ്പോഴും നടത്തിക്കാണുന്നത്. എന്നാൽ ഈ പറഞ്ഞ ദൗർബല്യങ്ങളെല്ലാം മനുഷ്യനെ പിടികൂടുമെന്നതാണ് ജീവിതത്തിലൂടെ നാം അനുഭവിച്ചറിയുന്ന സത്യം. നാം ആദ്യം കടന്നു വരുമ്പോൾ ഒന്നും അറിയാത്തവരായിരുന്നു. വല്ലാഹു അഖ്റജക്കും മിൻ ബുത്തൂനി ഉമ്മഹാതിക്കും ലാ തഅലമൂന ശൈആ. പരിശുദ്ധ ഖുർആൻ ആ വിഷയം പറയുന്നുണ്ട്. വല്ലാഹു അഖ്റജക്കും മിൻ ബുത്തൂനി ഉമ്മഹാതിക്കും, നിങ്ങളുടെ ഉമ്മമാരുടെ ഉദരങ്ങളിൽ നിന്ന് അല്ലാഹു നിങ്ങളെ പുറപ്പെടുവിച്ചു. ലാ തഅലമൂന ശൈആ, ഒന്നും നിങ്ങൾക്കറിയില്ലായിരുന്നു അന്ന്. നാം ശൈശവ ദശ കടന്നു. 2 വയസ്സുവരെയുള്ള നമ്മുടെ പ്രവർത്തനങ്ങളും ഒന്നും നമുക്ക് യാതൊരു അറിവുമില്ല. നമുക്കൊന്നും അറിയാത്ത 2 വർഷം അഥവാ ശൈശവ ദശ നമ്മെ വിട്ടുപിരിഞ്ഞു. ആ സമയത്ത് തീർത്തും ദുർബലരായിരുന്നു. ഉമ്മയുടെയും ആശ്രിതരുടെയും സഹായത്താലല്ലാതെ ഒന്നും സാധിക്കാതിരുന്ന കാലം. പിറന്നു വീഴുന്ന ചെറിയ ആട്ടിൻകുട്ടി പിച്ച വെച്ച് നടന്ന് അമ്മയുടെ അമ്മയെ അന്വേഷിക്കുന്നു. പക്ഷേ പിറന്നു വീണ മനുഷ്യക്കുഞ്ഞ് കരയുക മാത്രം ചെയ്യുന്നു. അമ്മ അവളുടെ സ്തനം ഈ കുഞ്ഞിന്റെ വായിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ മാത്രം അത് ഈമ്പി കുടിക്കാൻ അറിയുന്ന, തീർത്തും ദൗർബല്യത്തിൽ നിന്നും അജ്ഞതയിൽ നിന്നുമാണ് നമ്മുടെ ആരംഭം. പിന്നീട് നാം ഒരുപാട് ദൗർബല്യങ്ങളിലൂടെയാണ് കടന്നുപോയത്. ആ ദൗർബല്യങ്ങളെല്ലാം പിന്നിട്ടുകൊണ്ട് നാം പ്രായത്തില് പക്വതയെത്തിയ സമയം, ആ നല്ല കാലം, ആ കാലത്തെ നാം ആഗ്രഹിക്കുന്നത് ഒരിക്കലും യുവത്വം നഷ്ടപ്പെട്ടു പോകരുത് എന്നാണ്. അങ്ങനെയുള്ള നഷ്ടപ്പെട്ടു പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന യുവത്വം പക്ഷേ നാം പ്രായം കൂടുമ്പോൾ പ്രായാധിക്യമുള്ള വയസ്സന്മാരായി മാറുന്നു. വയസ്സനാണ് ഞാൻ എന്ന് പറയാൻ പടുവയസ്സൻ പോലും സന്നദ്ധനല്ല. പടുകിഴവി പോലും അവർക്കും സന്തോഷത്തോടെ സ്വീകരിക്കുന്ന അവസ്ഥയല്ല. എങ്കിൽ ഇതെല്ലാം നമ്മെ കാർന്നു തിന്നുകയോ നമ്മെ കാത്തിരിക്കുകയോ ചെയ്യുന്ന പ്രതിഭാസങ്ങളാണ്. ഇങ്ങനെയുള്ള ഈ ദൗർബല്യങ്ങളും ഈ കുറവുകളും ഈ കുറ്റങ്ങളും മാത്രം പേറിക്കൊണ്ടുള്ള, അല്ലെങ്കിൽ അതും ദൗർബല്യവും ശക്തിയും തമ്മിൽ സമ്മിശ്രമായിട്ടുള്ള ഈ ജീവിതം, അതാണോ യഥാർത്ഥ ജീവിതം? മനുഷ്യ പ്രകൃതി അതിലല്ലോ ആഗ്രഹിക്കുന്നത്. ശാശ്വതമായി നിൽക്കുന്ന മരണമില്ലാത്തൊരു ലോകം, അതുപോലെ രോഗമില്ലാത്തൊരു ലോകം, ദൗർബല്യമില്ലാത്തൊരു ലോകം, യുവത്വം നഷ്ടപ്പെടാത്തൊരു ലോകം, എല്ലാ സുഖങ്ങളും നിത്യമായി നിലനിൽക്കുന്നൊരു ലോകം. അതല്ലേ മനുഷ്യന്റെ പ്രകൃതി ആഗ്രഹിക്കുന്നത്? എങ്കിൽ ആ പ്രകൃതിയുടെ സുസാധ്യതയ്ക്ക് വേണ്ടി അള്ളാഹു സംവിധാനിച്ച അവന്റെ ജീവിത പദ്ധതിയാണ് ഇസ്ലാം എന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം,
നിശ്ചയം ഇന്നദ്ദീന, നിശ്ചയം യഥാർത്ഥ ജീവിത പദ്ധതി, യഥാർത്ഥ ദീൻ, ഇൻദല്ലാഹി, അള്ളാഹുവിന്റെ സമീപത്ത്, അൽ ഇസ്ലാമു, അൽ ഇസ്ലാമാകുന്നു. ഇവിടെ ഈ വാക്യങ്ങൾ ഉൾപ്പെടുമ്പോൾ നാം അത് ഉൾക്കൊള്ളുകയും അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും ആ യാഥാർത്ഥ്യം അംഗീകരിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ അനിവാര്യമായ കാര്യമാണ്. ഇവിടെ ഇസ്ലാം മാത്രമേ അള്ളാഹുവിലേക്ക് സ്വീകരിക്കപ്പെടുകയുള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ ഒരിക്കലും വർഗീയതയോ വംശീയതയോ വിഭാഗീയതയോ ഒന്നും ദർശിക്കേണ്ടതില്ല. കാരണം അള്ളാഹ് എന്ന സ്രഷ്ടാവിനെ അംഗീകരിക്കുകയും അനുസരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു വിശ്വാസിയോടാണ് ഈ ഭാഷ്യം. ഇന്നദ്ദീന, നിശ്ചയം യഥാർത്ഥ ദീന്, ഇൻദല്ലാഹി, അള്ളാഹുവിന്റെ സമീപത്ത്, അൽ ഇസ്ലാമു, ഇസ്ലാം മാത്രമാകുന്നു. ഇത് പറയുമ്പോ അതൊരു വർഗീയമായുള്ള പ്രയോഗമായി ആരും വക്രീകരിക്കേണ്ടതില്ല. കാരണം അത് യഥാർത്ഥ ഒരു സത്യമാണ്. അള്ളാഹുവിനെ അംഗീകരിക്കുന്ന ഒരാളോട് പറയുന്നു അള്ളാഹു സ്വീകരിക്കുന്ന ഇസ്ലാം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും അള്ളാഹു മതമായി ജീവിത പദ്ധതിയായി അവന്റെ സന്ദേശമായി സ്വീകരിക്കുകയില്ല. അവൻ തന്നത് മാത്രം അവന്റേതായി അവൻ അംഗീകരിക്കുമ്പോൾ അവിടെ എന്താണ് വിഭാഗീയത ഉണ്ടാകുന്നത്? ഇതെല്ലാവരും അംഗീകരിക്കുന്ന നിർബന്ധമുണ്ടോ? വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, അവിശ്വസിക്കുന്നവർക്ക് അവിശ്വസിക്കാം. പക്ഷേ ഈ വിശ്വാസധാരയിൽ നിന്നുകൊണ്ട് ഈ സന്ദേശങ്ങളെ പുൽകുന്നവർക്ക് മാത്രമേ ശാശ്വത സമാധാനം സാധ്യമാവൂ എന്ന സത്യം അംഗീകരിക്കുകയാണ് ഇവിടെ. അതുകൊണ്ട് ഇസ്ലാം മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ അതൊരു വിഭാഗീയതയും വർഗീയതയുമായി വക്രീകരിക്കുന്ന ആളുകളുണ്ട്. അതാണ് വർഗീയത എന്ന് പറയുന്നവരുണ്ട്. പകലാണിത് എന്ന് പറഞ്ഞാൽ ഇത് രാത്രിയാണെന്ന് വേറൊരാൾ പറയുന്നു, വേറൊരാള് രണ്ടുപേരുടെ ഇടയിൽ രഞ്ജിപ്പിന് പറയുന്നു രണ്ട് ശരിയാണ്. ആ രണ്ട് ശരിയാവൂലല്ലോ. ഇത് പകലാണ് എന്ന് പറഞ്ഞാൽ പകൽ തന്നെയാണ്, രാത്രിയാണെന്ന് പറഞ്ഞാൽ രാത്രിയാണ്. അത് രണ്ടുമല്ലാത്ത ഒന്നല്ല ആവില്ലല്ലോ, രണ്ടും കൂടി ആവുകയില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ ഇസ്ലാം മാത്രമേ അള്ളാഹുവിന്റെ സ്വീകാര്യമാകൂ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ പ്രസ്താവനയാണ്, അള്ളാഹുവിന്റെ പ്രഖ്യാപനമാണ്. ആ പ്രഖ്യാപനം ഉൾക്കൊള്ളുന്നവർക്ക് ഉൾക്കൊള്ളാം, ആരെയും അടിച്ചേൽപ്പിക്കുന്ന വിഷയമേ ഇല്ല. അതുകൊണ്ട് വർഗീയതയായി കാണേണ്ടതില്ല. ഇസ്ലാം മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്നത് നമ്മുടെ വിശ്വാസമാണ്. നമ്മുടെ ജീവിതത്തിൽ അത് എപ്പോഴും നാം ഉൾക്കൊള്ളേണ്ടതുമാണ്. എല്ലാം ശരിയാണ് എന്ന സർവ്വ സത്യവാദത്തിന് ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല. അത് ഒരു ഭൗതികമായ ഒരു ചിന്താഗതിയാണ്. ഒരിക്കലും അത് കൂട്ടിക്കെട്ടാൻ കഴിയില്ല. കാരണം ഏകനായ, അരൂപിയായ, അനശ്വരനായ, ത്രികാലജ്ഞാനിയായ അള്ളാഹു, ആ അള്ളാഹു ഒന്നേ ഉള്ളൂ. അള്ളാഹുവിനെ പോലെ പലതുകൊണ്ട് അല്ലെ എല്ലാവരും പറയുന്ന അള്ളാഹു ഒന്നാണ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെ അംഗീകരിക്കാൻ കഴിയുന്നത്? അതുകൊണ്ട് തന്നെ ഈ പരമമായ സത്യം, അള്ളാഹുവിന്റെ സ്വീകാര്യമായ മതം, ജീവിത പദ്ധതി അത് ഇസ്ലാം മാത്രമാകുന്നു എന്ന ഉറച്ച തറച്ച വിശ്വാസം, അടിപതറാത്ത വിശ്വാസം, ആ വിശ്വാസത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു ജീവിതമാണ് അള്ളാഹു നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ആ ജീവിതത്തിനാണ് ശാശ്വത വിജയം സമ്മാനിക്കാൻ കഴിയുന്നത്. ആ വിജയം ഈ അനശ്വരമായ, ഈ നശ്വരമായ ലോകത്തല്ല, അനശ്വരമായ ലോകത്താണുള്ളത്. അവിടെ മരണമില്ലാത്ത, ദൗർബല്യമില്ലാത്ത, അതുപോലെ തന്നെ യുവത്വം നഷ്ടപ്പെടാത്ത, ആരോഗ്യം മാത്രം നിലനിൽക്കുന്ന, സന്തോഷം മാത്രം നിറഞ്ഞു നിൽക്കുന്ന, അങ്ങനെയുള്ള സമാധാന സങ്കേതമായ സമ്പൂർണ്ണ സമാധാനം മാത്രമുള്ള ഒരു ലോകം. ആ ലോകത്ത് ക്ഷീണമില്ല, തളർച്ചയില്ല, തകർച്ചയില്ല, അവിടെ യാതൊരു ദൗർബല്യങ്ങളുമില്ല, അവിടെ മരണമില്ലാത്തൊരു ലോകം. ആ ലോകത്തേക്കുള്ള മനുഷ്യന്റെ പ്രയാണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇസ്ലാം എന്നതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത്, മഹാന്മാരായ പ്രവാചകന്മാർ നൽകിയതും. അതുകൊണ്ട് തന്നെ ആ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പരിശുദ്ധ ഇസ്ലാമിനെ പുൽകുകയും അള്ളാഹുവിന്റെ സ്വീകാര്യമായ മതം ഇസ്ലാം മാത്രമാണ് എന്ന സത്യം നാം സമ്പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഇസ്ലാമിന്റെ വിശുദ്ധമായ വീതിയിൽ നിറഞ്ഞു നിന്നുകൊണ്ട്, ഉറച്ചു നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ സ്വർഗം പുൽകാൻ നമുക്കെല്ലാം അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയവരെല്ലാം ആ സ്വർഗീയ ആസ്വാദനത്തിന്റെ അനുഭൂതിയിൽ സന്തോഷിക്കുന്നവരായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.